ഹലോ ഗൈസ്, എല്ലായിടത്തും ഉള്ളിലേക്ക് കേൾക്കാം. അപ്പോൾ നമ്മളുടെ പിന്നെ വന്നതാണെങ്കിൽ ഗ്രാനി ചാപ്റ്റർ 3 ആയിട്ട്. അപ്പം ഗൈസ് നമ്മളൊരു പാട്ട് പാക്കണ രണ്ടാളും വെച്ച് കളിക്കാനായിട്ട്. അപ്പം ഇന്ന് നമ്മൾ രണ്ടാളെയും വെച്ച് കളിക്കുകയാണ്, ഈസി തന്നെ മതി. അപ്പം ഇതും കൂടി കഴിഞ്ഞാൽ ഈ ഒരു രണ്ടാളെ വെച്ച് നമ്മൾ 2 എസ്കേപ്പ് ചെയ്യാണ്ട്, ട്രെയിൻ എസ്കേപ്പും ബ്രിഡ്ജ് എസ്കേപ്പും. വേറെ എസ്കേപ്പ് ഇട്ടോന്ന് എനിക്ക് അറിയില്ല, ഞാൻ കുറച്ചായി കളിച്ചിട്ടിത്. അപ്പം ഈ 2 എസ്കേപ്പും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഗ്രാനി 3 നമുക്ക് ഇവിടെ തന്നെ വെച്ച് തീർത്താം. അപ്പം ഗൈസ് എങ്ങനെ എന്തായാലും നമുക്കത് വീട്ടിലേക്ക് എടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് 300 സബ്സ്ക്രൈബേഴ്സ്, 50 ലൈക്സ്. ഓക്കെ ഗൈസ്, അപ്പം എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല വീഡിയോ. ഞാൻ കുറച്ച് ദിവസമായിട്ടാണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കളിക്കുന്നത്. അപ്പം നോവായിട്ടുണ്ടാവുമോ അത് ഇല്ലെന്ന് എനിക്കറിയില്ല. ഡേ 1 തുടങ്ങിയിട്ടുണ്ട്, നമ്മളെ ഗെയിം സ്റ്റാർട്ടായിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മളിവിടെ എണീറ്റിട്ടുണ്ട് ഗൈസ്. ഈ ലോക്ക് തുറക്കണമല്ലോ ഗൈസ്, ഏറ്റവും വലിയ സീന. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഹായ് റോബോ ബ്രോ, സൗണ്ട് ഉണ്ടാക്കൂ. നമ്മള് ഗ്രാൻഡ് പെൻ ഇങ്ങോട്ട് കുടിച്ചിട്ടുണ്ട്. ഇനി അവരെ രണ്ടാളും ഇങ്ങോട്ടേക്ക് താഴേക്കിറങ്ങി പോവും. ആ സമയം കൊണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ മുകളിലോട്ടേക്ക് പോകും ഗോയ്സ്. അങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ. എനിക്കറിയാം കുറച്ച് യൂട്യൂബേഴ്സ് എല്ലാം മീറ്റ് അതുപോലെ തന്നെ കുറച്ച് യൂട്യൂബേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഐഡിയ. ഓരോരുത്തർന്നാണ് എനിക്ക് ഐഡിയ കിട്ടിയേക്കണേ. ഇത് ഗ്രാനി വരണില്ലല്ലോ ഗൈസ്. ഗ്രാനി 4 ശരിക്ക് ഗ്രാനി 3 ആണിത്, പക്ഷെ ഗ്രാനി 4 ഉണ്ട്. അത് ഫാൻ മെയ്ഡ് ഗെയിമാണ്. ഞാൻ കുറേ യൂട്യൂബല്ല നമ്മളെ പ്ലേ സ്റ്റോർ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പ്ലേ സ്റ്റോറിൽ കിട്ടിയില്ല ഗൈസ്. ഗ്രാനി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ ഗ്രാൻഡ് പേ ആണല്ലോ സീന്. ഗ്രാൻഡ് പേ എന്താണ് വരാത്തെ? ഗ്രാൻഡ് പേ ഉറങ്ങിപ്പോയാ? എനിക്ക് വയ്യതായി. ഗ്രാൻഡ് പേ ഉറങ്ങിപ്പോയോ? കയറി ഗ്രാൻഡ് തിരിച്ചു വരൂ. ഇതെന്താടാ ഗ്രാൻഡ് പേ വരാത്ത? ഗ്രാൻഡ് പേ സൗണ്ട് കേട്ടതല്ലേ? കേടി കിട്ടിന് ഗ്രാനി. ചിലപ്പം ഞങ്ങൾ സൗണ്ട് നോക്കട്ടെ. ചിലപ്പം ഗ്രാൻഡ് പേ പുറത്തായിരിക്കും. ഗ്രാൻഡ് പേ ഇല്ലടാ. ഗ്രാൻഡ് പേ എത്ര വന്നില്ല. സേഫ്റ്റി ഇവിടെ കിടക്കുന്നുണ്ട്. വെപ്പൺ കീ വേണം ഗൈസ്, നല്ല കളി നടക്കൂ. വെപ്പൺ കീ അല്ല, ഗ്രാൻഡ് പേ ഷോട്ട് ഗൺ. എന്നാ പിന്നെ താഴെ ആയിരിക്കും ഗൈസ് നമ്മൾ വെപ്പൺ കീ എന്ന് പറയുന്നത്. ഇവിടെ ആരുമില്ല. നമുക്ക് ഇങ്ങനെ പോയേക്കാം, ഇങ്ങനെ പോയേക്കാം. ഗ്രാൻഡ് പേ പുറത്തുണ്ടോ? ഗ്രാൻഡ് പേ മണ്ട പൊളിക്കും ഞാൻ സത്യം. എന്നെ പേടിപ്പിച്ച മണ്ട പൊളിക്കും. ഓടിക്കോ, ദൂരത്തേക്ക് ഓടിക്കോ. നല്ല ദൂരത്തേക്ക് ഓടിയുണ്ട്. ഗ്രാൻഡ് പേ താഴോട്ടേക്കാണ് സെറ്റ്. ഇനി ഗ്രാൻഡ് പേ ഇങ്ങോട്ടല്ലേ, അങ്ങോട്ടോ പോയിട്ടുണ്ട്. നമുക്ക് പോയി വെപ്പൺ കീ എടുക്കാം. ഈ ഒരു കളി എനിക്ക് ഓർമ്മയുണ്ട്. ഓരോ കളി ഞാൻ കളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള എല്ലാ കളിയും ഞാൻ കളിച്ചിട്ടുണ്ട്. എല്ലാ കളിയിലും നമ്മളെ വെപ്പൺ കീ എല്ലാം ഒരുമിച്ചായിരിക്കില്ല. അതെങ്കിൽ നമ്മളിത് ഇന്ന് ബ്രിഡ്ജ് എസ്കേപ്പാണ്. നമ്മൾ എസ്കേപ്പ് കണ്ടില്ലെങ്കിൽ ഇപ്പം ഓക്കെ, ബ്രിഡ്ജ് എസ്കേപ്പാണ്. ഞാൻ ബ്രിഡ്ജ് എസ്കേപ്പിൻ്റെ 2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്.
എന്നിട്ടും എനിക്ക് കളിക്കാൻ പറ്റുമ്പോ എനിക്കറിയത്തില്ല. ഞാൻ കളിച്ച കളിയല്ല ഇത്. അവിടെ ഞാൻ പോകണേ ഇങ്ങോട്ട് ഇങ്ങനെ പോണ. എടാ ഗ്രാനി എന്തിനാണ് ഗ്രാനി? അയ്യോ, ഇങ്ങനൊക്കെ പോകുമ്പോ നമ്മള് ചില സമയത്ത് നമ്മള് PC കളിച്ച ക്യാരക്ടറിന്റെ സ്പീഡ് ഇത്ര ഉണ്ടോ, പക്ഷെ റിയൽ മൊബൈലിൽ കളിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടോ? ഇത്ര സ്പീഡ് ഉണ്ടോ? പിന്നെ ഇത് ഫ്രീ ഗെയിമാണ്. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഇത് ഫ്രീ ഗെയിമാണ് ഗൈസ്. പ്ലേ സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. PC-യിലാണെങ്കിലും ഇതിൻ്റെ അകത്താണെങ്കിലും മൊബൈലിലാണെങ്കിലും. ഇങ്ങനെ ആൻഡ്രോയിഡ് അതൊന്നുമില്ല. ഏത് മൊബൈലിലും കിട്ടും. ഐഫോൺ ആണെങ്കിലും സാംസങ് ആണെങ്കിലും നോക്കിയ ആണെങ്കിലും. ഇത് ഗ്രാൻഡ് പിന്നെ കളിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വിട്ട്. എനിക്കറിയാമായിരുന്നു പന്ന ഗ്രാൻഡ് ഇപ്പം ഇങ്ങോട്ട് വരും. മനുഷ്യനെ കളിപ്പിക്കല്ലേ ഗ്രാൻഡ് പാനോ, മനുഷ്യനെ കളിപ്പിക്കരുതേ. കണ്ട ഗ്രാൻഡ് പാ പോണ്. ഇനി ഗ്രാൻഡിന്റെ മൂവ്മെന്റ് നമ്മൾ അറിയണം. മൂവ്മെന്റ് അറിഞ്ഞില്ലേ കളി നടക്കത്തില്ല എന്നെനിക്ക് മനസ്സിലായി ഗൈസ്. ഇവിടെ അടുത്ത സ്റ്റോൺ അവിടെ. ഈ ഒരു കളി എനിക്ക് അറിയുന്ന കളിയാണ് ഗൈസ്. മൂന്നാമത്തെ കല്ലത് എവിടെ ഉണ്ട്? ഇങ്ങനെ ഷോർട്ട് ഗണ്ണ് കിട്ടിയാൽ മതി, കളി തെറ്റായിരുന്നു. തന്നെ വെപ്പൺ കീ എങ്കിലും കിട്ടിയാൽ സീനൊന്നുമില്ല നമുക്ക്. ഗണ്ണല്ലേ സ്ലിംഗ് ഷോട്ട്. ഈ ഗ്രാനൊന്നും പോകാൻ സമ്മതിക്കാത്തേ. മിഷനെ ഭ്രാന്താക്കാനായിട്ട് വരും. ഓ ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞിട്ട് ബാ ഇനി ബാ. ഞാൻ മൂവ് ആവുന്നില്ല, പൊക്കോ. അല്ല ഇപ്പം ഗ്രാൻഡ് പാ മുകളിലാണ്. ഇവിടെ നോക്കണ പിന്നെ എടാ ഗ്ലിച്ചായി. തിരിച്ചുകൂടെ പറ്റിയില്ല. ഗ്രാൻഡ് പാ ഇവിടെ ഉണ്ടായിരുന്ന എന്ത് കളിയാണ് ഗൈസ് ഇത്? ഗ്രാൻഡ് പാ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, മുകളിലേക്ക് പോയില്ല ഗ്രാൻഡ് പാ. വെറുതെ നമ്മളൊരു ഡേ വേസ്റ്റ് ആക്കി. ഗ്രാൻഡ് പാ ഇതിനുള്ള റിവെഞ്ച് ഞാൻ എടുക്കും ഗൈസ്. റിവെഞ്ച് ഇനി ഒന്നുമില്ല ഗൈസ്, റിവെഞ്ചാണ്. ഞാൻ നൂബോടാടെ ഗെയിമില് ആദ്യം ഞാൻ നല്ല പ്രോ ആയിരുന്നു. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം എസ്കേപ്പ് ചെയ്തേനെ. എനിക്കറിയാം എന്തായാലും 101%. ഓ വെപ്പൺ കീ കിട്ടി ഗൈസ്. എന്തൊക്കെയോ വെപ്പൺ കീ കിട്ടിയ 3 കല്ലുണ്ട്. ഇപ്പം തന്നെ ഗ്രാൻഡ് പേന്റെ റൂമിൽ പോവാ, വെപ്പൺ എടുക്കുക, ഗ്രാൻഡ് പേ അടിച്ചുറക്കുക, ഗ്രാൻഡ് പേന്റെ ഷോർട്ട് ഗൺ എടുക്കുക, എവിടെയും കൊളിപ്പിച്ച് വെക്കുക, പിന്നെ ഒബ്ജക്ട്സ് കണ്ടുപിടിക്കുക. ആ നല്ലൊരു കളിയായിരിക്കും ഗൈസ്. എനിക്കിപ്പം എന്താ പറയുക, ഷോർട്ട് ഗൺ അത്ര വിശ്വാസമില്ല ഗൈസ്. എനിക്കെന്താ ഷോർട്ട് ഗൺ ഇപ്പം അത്ര വിശ്വാസമില്ല. ഒബ്വിയസ്ലി എനിക്ക് മറ്റേ ഗണ്ണിന് ഇതുണ്ട്, ഈ ഗണ്ണല്ല നമ്മുടെ സ്ലിംഗ് ഷോട്ടിന് വിശ്വാസമുണ്ട്. ഗ്രാൻഡ് പായുടെ ഇല്ലടാ. എന്ത് കഷ്ടായത്.
ശരി, സവാഷ് ചന്ദ്രബോസ്. ഗ്രാൻഡ് പേയും കൂടി ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് കളി സെറ്റായിരുന്നു. മറ്റേ ഗ്രാൻഡ് പേ വരുവായിരുന്നു. സൗണ്ട് കുറച്ച് വെച്ചിട്ട് എനിക്ക് വയ്യ, എനിക്ക് പേടിക്കാൻ വയ്യ, സത്യമായിട്ടും പറയാണ്. ഡോറടച്ചിട്ട് വാഴേ, വെപ്പം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചിലപ്പോൾ ഗ്രാൻഡ് പേ ഇവിടെ നിന്ന് ഉറങ്ങുകയാണെങ്കിലോ. ഗ്രാൻഡ് പേ താട്ടിക്ക് വരുന്നുണ്ട്. ഇവിടെ നഖം കടിച്ചോണ്ടിരിക്കുന്നത് പേടിച്ചിട്ട് മനസ്സിന്. കംപ്ലീറ്റ് ചെയ്യണ്ടേ, എന്തായാലും കംപ്ലീറ്റ് ചെയ്യട്ടെ ഈ ഒരു എസ്കേപ്പ്. ഇനി 102% ഉറപ്പ് തരുന്നതാണ് ഗൈസ്. 102 അല്ല, ഗ്രാനിനി ഇങ്ങോട്ട് വിളിച്ച് ഓടി. ഗ്രാൻഡ് സൗണ്ട് കേട്ടാൽ ഗ്രാനിപ്പോ എവിടെയുണ്ട്? ഇങ്ങോട്ടേക്ക് വിളിക്കാം സൗണ്ടിലേക്ക്. പേജിലാണ് ഇങ്ങോട്ടേക്ക് വരിക. അയ്യോ ഗ്രാനി സോറി ട്ടാ, ഞാൻ പേടിച്ചുവിടാ ശരിക്കും. പക്ഷെ സൗണ്ട് ഇല്ലാത്തോണ്ട് അത്ര പേടിച്ചില്ല കേട്ടാ. ഗ്രാൻഡ് പേയും കൂടി വരേണ്ടതായിരുന്നു, കളി സെറ്റായിരുന്നു. ഗ്രാൻഡ് പേയും കൂടി എന്തിന്റെ ഗ്രാൻഡ് പേ വരും കൈസ്. ഗ്രാനും തൊട്ടാ പിന്നെ ഗ്രാൻഡ് പേ വരാണ്ടിരിക്കും. എന്താണ് കളവാ വെടിവെക്കോ? ഇതാണ് നല്ല ട്രിക്ക് ഗൈസ്. ഷോട്ട് ഗൺ എടുത്തോ മക്കളെ. ഇന്നാ വിളിച്ചു വളവനെ തട്ടി. പിന്നെ നമ്മളെ അടുത്താണ് കളി. എടാ ഇവിടെ ഓക്കെ, നമ്മൾ സേഫ്റ്റി കണ്ടിട്ടായിരുന്നു ഗൈസ്. ഇവിടെ സേഫ്റ്റി കണ്ടില്ലേ? നമുക്കെന്നാ പിന്നെ സേഫ്റ്റി എടുത്തോണ്ടരാം. സേഫ്റ്റി എടുത്തിട്ട് തുറന്നു വരാം ഗൈസ്. ഇവിടെ സേഫ്റ്റി താടാ. ആ പോട്ടെ പോ. സമയമില്ല ഗൈസ്. എങ്ങനെയെങ്കിലും നമുക്ക് ഇലക്ട്രിക് ആവശ്യമില്ല. നമുക്ക് ട്രെയിൻ എസ്കേപ്പ് അല്ല, നമ്മൾ ബ്രിഡ്ജ് എസ്കേപ്പ് ചെയ്യുന്നു. ഇവിടെ പോടാ. ബ്രിഡ്ജ് റാങ്ക് എന്താ ആവശ്യമുള്ള സാധനമാണ് ഇവിടെ കിടക്കണ്. ബ്രിഡ്ജ് റാങ്ക് കിട്ടി ഗൈസ്. ഇവിടെ കോക്കനട്ട് ഉണ്ടോന്ന് കൂടി ഒന്ന് നോക്കി വരാം. ഇവിടെ കോക്കനട്ട് അവിടെ കിട്ടി ഗൈസ്. നമുക്ക് ഇപ്പൊ തന്നെ നല്ല സ്പീഡ്. എടാ ഇത് ഫ്ലാഷിനെ പോലെ ഓടാൻ പറ്റത്തില്ലടാ. റിയൽ ലൈഫിൽ ഞാനൊക്കെ ഗ്രാനിന്ന് വെച്ചാൽ ഓടിത്തള്ളിയാണ്. സത്യമായിട്ട് പറയാം ഗൈസ്. നമുക്കിനി കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് വലിച്ചെറിയാനുണ്ട് ഗൈസ്. അതെല്ലാം ഓരോന്നോരോന്നായി വലിച്ചെറിഞ്ഞു വരാം. താഴത്തേക്ക് ആവശ്യമുള്ളതും നമ്മളെ വെപ്പണും ഷോട്ട് ഗണ്ണ് പിന്നെ ഇതും നമുക്ക് 2 ഇങ്ങോട്ടേക്ക് വലിച്ചെറിയാം. താഴത്തേക്ക് വലിച്ചെറിഞ്ഞേ പറ്റത്തുള്ളൂ. ടെഡിയോ? ഇവിടെ ടെഡി ഇല്ല ഗൈസ്. ഇനി നമുക്ക് ഇതില്ലെങ്കിൽ ആടിയ പോലെ. കോക്കനട്ടും ബ്രിഡ്ജ് റാങ്കും ഇവിടെ കിടക്കുന്നുണ്ട്. ഇല്ലേ ഗ്രാനിയെ വരരുത്. ഗ്രാനി ഇങ്ങോട്ട് വരികയേ ചെയ്യരുത്. എന്നാൽ ഞാൻ തലമണ്ട പൊട്ടിക്കും. ഇവിടെ ഇത് കിടക്കുന്നുണ്ട്. ഗ്രാനി ഇതെല്ലാം ഫിറ്റ് ചെയ്ത് വരണം. പക്ഷെ അതിന് മുന്നേ കല്ല് കൊണ്ട് പിടിക്കണം ഗൈസ്. ഡേ 2 അല്ലേ ആയുള്ളൂ. നമ്മളെ തന്നെ ഡേ ബാക്കിയുണ്ട്. എന്നാലും കല്ല് കണ്ടുപിടിക്കണം. 2 കല്ല് ഇവിടെ തന്നെ അടുക്കുന്നുണ്ട്. അടച്ചിട്ട് എടുത്തുണ്ട് ഗൈസ്. ഇവിടെ സൗണ്ട് ഉണ്ടാക്കും.
ഗ്രാനാണ് എന്തായാലും എനിക്ക് തോന്നുന്നത്. ഗ്രാനാണ് എനിക്കുണ്ടാവണം. ഗ്രാൻഡ് പ എത്തിയില്ലെങ്കിലും സീനില്ലെങ്കിൽ ഗ്രാനിന് ഇവിടെ വെച്ച് തപ്പിട്ട് വേണം ഗ്രാൻഡ് പന ഇതൊരു പണി കൊടുക്കുക. സീനായിരിക്കും അത്. രണ്ട് പണി കിട്ടുകയാണല്ലോ. ഓക്കെ, വരൂ ഗ്രാനി, കഴിക്കൂ സ്ട്രെപ്സിൽസ്. തുണ്ടയിലെ കരകരപ്പിനെ പോക്കൂ. ഗ്രാനിന് ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഷുഗറും പ്രഷറും കൂടുതലാണ് ഗ്രാനിക്ക്. അപ്പം നമ്മൾ ഗ്രാനിക്കിട്ടുള്ള മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് പക്കിന് ഷോർട്ട് ഗണ്ണ് കിട്ടിയാൽ നോമിൻ്റെ പണി ഡപ്പേ കുജേ എന്നാണ് പറയാം. നോമ്പ് ഡപ്പേ കുജേ. ഡേ 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 അങ്കിള് മാമ, അങ്കിള് മാമ. ഇന്നാ പിടിച്ചോ, ഇന്നാ പിടിച്ചോ. മണ്ട പൊളിക്കുന്നേ എൻ്റെ അടുത്ത് വന്ന്. പന്ന ഗ്രാങ്ക്, ബ്രിഡ്ജ് ഗ്രാങ്ക് എടുക്കുക, അത് പോയി ഫിറ്റ് ചെയ്ത് തരാം. അത് കഴിഞ്ഞിട്ട് കോക്കനട്ട് എടുക്കുക, അത് പോയി പൊട്ടിച്ച് തരാം. അന്നാലും ചിലപ്പോൾ കോയിനായിരിക്കും കിട്ടുക. അപ്പം കോയിന് കിട്ടിയാൽ സെറ്റ് ഗൈസ്. നമുക്കിതൊന്നും ആവശ്യമില്ല. അപ്പോൾ അടിയത്തെ ചില്ല് പൊട്ടിക്കണ്ടേ? ക്രൗ ബാർ കൊണ്ട് നമുക്ക് ഷെഡ് കീ എന്തെങ്കിലും ഒന്ന് കിട്ടണം ഗൈസ്, എന്നാലേ നമുക്ക് അടുത്ത പണി നടക്കൂ. ഷെഡ് കീ എന്തെങ്കിലും. കോക്കനട്ട് തൽക്കാലം ആവശ്യമില്ല നമുക്ക്. ഇവിടെ തന്നെ നമുക്കിത് പൊടിക്കാം, ചില്ല് പൊട്ടിച്ചുതരാം. അതായിരിക്കും ഒരു നല്ല ഐഡിയ. ചില്ല് പൊട്ടിച്ചുകൊണ്ട് വരാം. എന്താ ഈ ഗെയിം ഭയങ്കര ഗ്ലിച്ചാണ്. ഇവിടെ ഒന്നുമില്ല. ഞാൻ ചെക്ക് ചെയ്തില്ലായിരുന്നു, അതുകൊണ്ട് ചെക്ക് ചെയ്തതാണ്. ഗ്രാനീൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവുമോ എന്നാണ് അറിയിക്കുക. ഷെഡ് കീ, പിന്നെ ക്രൗബാർ ഭയങ്കര ആവശ്യമാണ് സാർ ഗൈസ്. ഒന്നും ഗ്രാനി ഒന്നും ഫയർവുഡ് ആവശ്യമില്ല. ഗ്രാനി വന്നാൽ ഞാൻ പെടും. ഗ്രാനി വന്നാൽ ഞാൻ പെടും. മുന്നേ എൻ്റെ സ്ലിംഗ് ഷോട്ട് എടുത്തോ മക്കളെ. സ്ലിംഗ് ഷോട്ട് മക്കൾക്ക് എനിക്ക് സ്ലിംഗ് ഷോട്ട് ആവശ്യമുണ്ട് പ്ലീസ്. ഞാൻ ഇവിടെ സൗണ്ട് ഉണ്ടാക്കാം. ഗ്രാനിനെ ഇങ്ങോട്ട് മാടി വിളിക്കാം. ഗ്രാനി എവിടെയാണ് ഉള്ളത് മനസ്സിലാവുമല്ലോ അറ്റ്ലീസ്റ്റ്. ബ്രിഡ്ജ് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്യൂസ് വേണം, ഷെഡ് കീ കിട്ടിയിട്ടുണ്ട്, ഇലക്ട്രിക് കേബിള് വേണം. ഇലക്ട്രിക് കേബിളിൽ കിട്ടിയിട്ടുണ്ട്. കളി ഇത്തിരി സെറ്റായനെ എനിക്ക്. ഓക്കെ, പ്ലാങ്ക് ഇവിടെ കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് പോയ ആക്സിലറേറ്ററാണ് ഗൈസ്. ഈ ഒരു കളി എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങോട്ട് പോയ ആക്സിലറേറ്ററാണ് എനിക്ക് കിട്ടുക. അതിന് പകരം നമ്മൾ മുകളിലോട്ട് പോകും. അന്നേരം ടെഡി കിട്ടും. അല്ലേ പിന്നെ നമുക്ക് കിട്ടുക ജനറേറ്റർ കേബിള്. രണ്ടിലേതെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടും. അപ്പം നമ്മൾ എന്താണ് ലാഭം. ഗ്രാനിനെ തട്ടുമ്പോൾ ഉള്ള ലാഭം അതിനെക്കുറിച്ച് പറയാനേ വയ്യ. ഇവിടെ സൗണ്ട് ഉണ്ടാക്കാം കൂടി. ഗ്രാനി ഇങ്ങോട്ട് മാടി വിളിക്കാം. ഗ്രാനി മുന്നേന്ന് വന്നാലും എടാ പനി പേടിപ്പിച്ചാൽ ശരി. എടാ ഞാൻ വിറച്ചു പോയി മനുഷ്യൻ, സത്യമായിട്ട് പറയാൻ വിറച്ചു പോയി. ഇവിടുന്ന് ഇങ്ങനെ പേടിപ്പിക്കും മനുഷ്യനാ. പക്ഷെ ഞെട്ടിപ്പോയി. എൻ്റെ ഹാർട്ട് ഇപ്പോഴും ഇടിക്കുകയാണ് കേസ്. അവിടെ മെനക്കെട്ടോണ്ട്. ഡേയ് എങ്ങോട്ടാ നീ പോകുന്നേ? എങ്ങോട്ടാ നീ പോകുന്നേ? എന്നെ മൈൻഡ് ചെയ്യാണ്ടാവാൻ പോന്നു. പിന്നെ അവനെ വിടുവോ കേസ്? ഞാൻ ദാ ഹീറോ, അവൻ ദാ സീറോ. ഇനി ഞാൻ പോയി ഇത് പൊട്ടിച്ചു തരാം. ഇല്ല എൻ്റെ മണ്ട ഗ്രാനിയും ഗ്രാൻഡ് പൊട്ടിക്കും. കിടക്കുന്ന കണ്ടില്ലേ മാനിനെ പോലെ. ഷോർട്ട് ഗൺ എടുത്ത് വെടിവെച്ചവനാ എന്നെ. നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അങ്ങോട്ട് പോകും. മുകളിലത്തേല് എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു കളി ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രാക്ടീസിൽ എനിക്ക് ഇതായിരുന്നു കിട്ടുക. 2 പ്രാക്ടീസ് ഇല്ല. അതുകൊണ്ട് ഇത്തിരി കൺഫ്യൂഷൻ ആണ് ഏതിലാണ് എനിക്ക് കറക്റ്റ് സാധനം കിട്ടുക. ജനറേറ്റർ കേബിളല്ലേ ഇവിടെ കൊണ്ടാച്ചിട്ടിരിക്കുക. എന്താ പറയല്ലേ, ഇത് കൊണ്ടാച്ചരണം. പിന്നെ ബേസ്മെന്റിൽ പോയിട്ട് നമുക്ക് മറ്റേ സാധനം എടുക്കണം. ഇതെന്തായാലും നമുക്ക് ഷെഡിൻ്റെ അടുത്ത് തന്നെ കൊണ്ടാച്ചു തരാം. ഷെഡ് ഓൺ ആക്കിയാൽ ഇനി ഫ്യൂസും കൂടി കിട്ടുകയാണെങ്കിൽ ഷെഡിൽ നിന്ന് ഫ്യൂസ് കിട്ടുമോ?
ഉണ്ടാവാൻ സാധ്യതയില്ല. എന്താണെങ്കിലും നമുക്കിപ്പം തന്നെ പോയിട്ട് നമ്മളെ ഷെഡിക്ക് എടുത്തോണ്ട് വരാം. എനിക്കിത് ഫിക്സ് ചെയ്യാം. ഫ്യൂസിൽ ഇപ്പോൾ നമ്മൾ പ്ലാങ്ക് വെച്ച് പോവുകയാണെങ്കിലോ എനിക്കറിയില്ല കേട്ടാ. ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ ഈ ഒരു കളി നിർത്താൻ ആ പ്ലാങ്ക് മതി. അതുകൊണ്ട് നമ്മൾ പ്ലാങ്ക് കൂടി എടുക്കുന്നതിൽ നല്ല ഐഡിയ ആയിരിക്കും മിക്കവാറും. നമ്മളെന്തായാലും ഇപ്പം എന്തായാലും ഞാൻ ഈ ഒരു ഷെഡിക്കാണ് എടുക്കുന്നത്. ഓരോ കിട്ടുന്ന സാധനങ്ങൾ ഫിക്സ് ചെയ്ത് അങ്ങ് പോവാം. കല്ലും പറക്കണം, ഗ്രാനിനും കൂടി ഉറക്കണം. അതുമാത്രമല്ല ചിലപ്പോൾ ട്രെയിൻ കീ ആയിരിക്കും ഉണ്ടാവുക നമ്മളെ മറ്റേ സ്ഥലത്ത്. നമ്മളെ ഇതില്ലേ, എന്തൊരു സാധനമില്ലേ, പ്ലാങ്ക് വെച്ചില്ല, കാക്കേൻ്റെ അടുത്ത് നമ്മളെ ട്രെയിൻ കീ ആയിരിക്കും കാണുക. അപ്പം എങ്ങനെയെങ്കിലും ഇപ്പം കുറച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതെങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാലേ നമ്മൾ കളി നടക്കൂട്ടാ. ടെഡി, എന്തിനാ ടെഡി എടുക്കണേ? അത് വെക്കണ്ടേയില്ല പെഡ്ലോക്കിട്ടാ. പെഡ്ലോക്ക് നമുക്ക് വെക്കണ്ടേയില്ല. ജനറേറ്റർ ഉണക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാനിയും ഇങ്ങോട്ട് വരും, ഗ്രാൻഡ്പ ഇങ്ങോട്ട് വരും. അതിന് മുന്നേ എൻ്റെ അടുത്ത് വെപ്പണുണ്ട്, പക്ഷെ കല്ലില്ല. കല്ലാകെ ഒറ്റ ഒരെണ്ണേ. രണ്ടാളുണ്ട് ഈ ഒരു കളിയിൽ. ഇത് കളി ടഫൊന്നുമല്ല, ടഫെന്നൊന്നും പറയാൻ പറ്റൂല. കളി ഈസിയാണ്. ഇത്ര ഏറായിട്ട് ഇത്രയും പെട്ടെന്ന് എനിക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി. വെപ്പൺ കീ തന്നെ ആദ്യം കിട്ടി. ഇത് ഇവിടെ മൂന്നാമത്തെ കല്ലെടുക്കുന്നുണ്ട്. ഇതെല്ലാം കിട്ടി പെറുക്കിയിട്ടാണെങ്കിൽ ഗ്രാനിനെയും ഗ്രാൻഡ്പിനും ഒന്ന് തട്ടൽ ഗ്രാനിനെ മനസ്സിലിട്ട് പൊട്ടി. ഗ്രാനിനെ പൊട്ടി. ഗ്രാനി കണ്ട എന്ത് സീനാ നിങ്ങൾക്കറിയോ? ഗ്രാനിപ്പില്ലേ ആ സമയത്ത് ഗ്രാനി ഗ്രാനിയും വന്നോ കഴിക്കൂ. സ്ട്രെപ്സിൽസ് നല്ല തലക്കിട്ട് തന്നെ ഹെഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ട്. ബോഡി ഷോട്ട് കൊടുത്തെന്ന് വെച്ചാൽ ഗ്രാനി ചാവൂല ഗൈസ്. ഗ്രാനില്ല, ഗ്രാൻഡ് പേ ആരാണെങ്കിലും ചാവൂല ബോഡി ഷോട്ട് ഇട്ട് കൊടുത്ത. കല്ലോണ്ട് നമ്മളെ ബോഡിയിൽ എറിഞ്ഞാൽ നമ്മൾ ചാവൂ ഗൈസ്. തലക്കെറിഞ്ഞാലേ നമ്മൾ ചാവും. ഇന്ന ഓടിച്ചോ കഴിക്കൂ. സ്ട്രെപ്സിൽസ് കഴിച്ചാണ് നമ്മളെ ഇവൻ ഗ്രാൻഡ് പാ. പിന്നെ കഴിക്കാനില്ല, ബാക്കിയില്ലാണ്ട്. എന്താ അല്ലേ നമ്മൾ എവിടെയോ ടെഡി കണ്ടിട്ട്. ടെഡി കിടക്കുമ്പോൾ പെട്ടിലൊക്കെ കിട്ടുക. വെയ്സ് ഒന്നും ഇപ്പൊ താഴ്ത്തിയിടാൻ വയ്യ. ഞാൻ എന്തായാലും ഇപ്പൊ പ്ലാങ്ക് എടുത്തങ്ങ് വെച്ചങ്ങ് പോവാ. ട്രെയിൻ എസ്കേപ്പിനുള്ള സാധനം എൻ്റെ കിട്ടട്ടെ, ഞാനങ്ങ് വിടുക. വയ്യടേ. പ്ലാങ്ക് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടതാ വെച്ച്. പ്ലാങ്ക് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നാലെടാ എനിക്ക് ഇത്ര ആകെ ഫ്യൂസും കൂടി മതി. ആ ഫ്യൂസ് ഇല്ലാണ്ട് അത് വായിൽ പോയി കിടക്കുക. ഫ്യൂസ് എല്ലാം ഇവിടെ ഒന്നൊരു കോപ്പിയില്ല. ആ ഫ്യൂസല്ലേ അത് വായിൽ പോയി കിടക്കുകയാണാവോ? ഇവിടെ അതല്ല കിട്ടിയത്, ഫ്യൂസെല്ലാം ഇട്ടിച്ച് ഞാൻ കളിക്ക് വിട്ടടിക്കുക. ഇല്ല പിന്നെ ഞാൻ ആ കുപ്പി ഒന്ന് എടുത്തു. നിങ്ങളെ കണ്ടല്ലേ എന്താ കിട്ടിയ? കുപ്പി എടുത്തിട്ട് കിട്ടിയില്ലല്ലോ. എന്താടാ ഓരോ കളിയിൽ ഓരോന്നും മൂഞ്ചുന്നേ. ട്രെയിനിൽ ആക്സിലറേറ്റർ കിട്ടി. ട്രെയിനിക്ക് നമ്മളെ കാക്കേടത്തുണ്ടാവും. ഇലക്ട്രിക് സ്വിച്ച് കിട്ടി. എടാ പക്ഷേ എല്ലാം കിട്ടിയില്ലേ ട്രെയിൻ എസ്കേപ്പിന്? 3 സാധനമല്ലേ വേണ്ടു. ഓക്കെ, എന്നാൽ പിന്നെ ഗ്രാനെ തട്ടിയിട്ട് അതെല്ലാം ഓരോന്നായി പ്ലേസ് ചെയ്യാം. ഗ്രാനി പിന്നെ ഒന്നും കൂടി തട്ടാം. ഇല്ല എന്തായാലും ഗ്രാൻഡ് എണീക്കേണ്ട സമയമായിട്ടുണ്ട്. സമയത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും കല്ലുണ്ടോ? ഒരൊറ്റ കല്ലും കൂടി മതി. ഇല്ല രണ്ടാൾ തട്ടുമ്പോൾ കല്ലങ്ങ് വീഴുന്നു. ഇതാകുമ്പോൾ ഒറ്റ കല്ലും കൂടി കണ്ടുപിടിച്ച 2 കല്ലും കൂടിയും കണ്ടുപിടിച്ചാൽ മതി. ഇല്ല 3 കല്ലിന് കണ്ടുപിടിക്കില്ല. ഇനി എന്തായാലും ഇവിടെ സൗണ്ട് ഉണ്ടാക്കി. ഗ്രാനി തട്ടിയ ഗ്രാൻഡ് പേ വരില്ല. അതുകൊണ്ട് ഷോർട്ട് ഗൺ നമ്മൾ ലിഫ്റ്റിലാട്ടോ ഇട്ടേക്കണം. നിങ്ങൾക്ക് ഓർമ്മ ആണേ, എനിക്ക് ഓർമ്മ ഉണ്ടാവും. നമുക്ക് ഇങ്ങോട്ട്
ഗ്രാനി അപ്പം എവിടെ നിന്ന് വരും? ഗ്രാനിക്ക് പോലെ ഓക്കെ ഗ്രാനി കഴിക്കുക. എഗെയിൻസ്റ്റ് ഓഫ് സിൽസ്, ഷുഗറിനുള്ള മരുന്ന്, പ്രഷറിനുള്ള മരുന്ന്, അങ്ങനെ ഓരോന്നായി കൊടുത്തോണ്ടിരിക്കാണ്. പ്രഷറിനുള്ള മരുന്നാണ് കൊടുത്ത ഗ്രാൻഡ് പക്ക് ഡയബറ്റീസിൻ്റെ മരുന്ന്. എന്തരട്ടെ ഇത് ഗ്രാൻഡ് പാ, എന്തരടാ ഇത്? എന്തരാണത്? എന്താണ്? മൊട്ടയാണോ ബ്രോ? മൊട്ടയാണോ? എന്നാ പിടിച്ചോ മൊട്ടയാണെങ്കിൽ. എനിക്ക് മുട്ട മതി, മുട വേണ്ട. എൻ്റെ അടുത്ത് കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും കേട്ടാ. എടാ നമ്മളെ ഷോർട്ട് ഗൺ പേടിപ്പിച്ച് കളഞ്ഞു. ഷോർട്ട് ഗൺ താഴെയല്ലേ കിടക്കണം. നമുക്ക് ഷോർട്ട് ഗൺ എടുത്തിട്ട് അതിനെ തട്ടിയിട്ട് ട്രെയിനിക്ക് എടുത്തിട്ട് താഴെ ഇട്ടിട്ട് ഇലക്ട്രിക് സ്വിച്ച് എടുത്തിട്ട് താഴെ ഇട്ടിട്ട് ആക്സിലറേറ്റർ എടുത്തിട്ട് താഴെ ഇട്ടിട്ട് ട്രെയിനിക്ക് എടുത്തിട്ട് താഴെ ഇട്ടിട്ട് ഷോർട്ട് ഗൺ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഷോർട്ട് ഗൺ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഈ ഒരു 1 ഉണ്ടാ ഫോർ കാക്കച്ചി. കാക്കച്ചി ഭയങ്കര ചീത്ത ആളാണ് കഴിച്ചത്. അതിനുള്ള റിവഞ്ച് ഞാൻ എടുക്കുന്ന പറഞ്ഞാൽ ശംഭൂണ്ണൻ്റെ അടുത്താണ് കളി. കാക്കച്ചി നിന്റെ അന്ത്യം അടുത്ത് വരുന്നുണ്ട്. പേടിക്കണ്ട കാക്കച്ചി ഞാൻ തല്ലിക്കൊല്ലും. ഞാൻ നല്ല സുഖത്തോടെ. ബ്രിഡ്ജ് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ട്രെയിൻ എസ്കേപ്പ് തന്നെ. തഴപ്പോലെ പൊന്നുമോനെ തഴപ്പോലെ. നമ്മൾ ചാടി ഇന്നും പെട്ടെന്ന് അവിടെ സമയം ഇല്ല മനുഷ്യന്. ഗ്രാൻഡ് പിപ്പ് എണീറ്റ് തന്നെ വന്ന് തല്ലിക്കൊല്ലും. ഞാനൊന്നും പറയുന്നില്ല. നമ്മളെന്താ റോബോ ബ്രോനെ തല്ലിയിട്ടേ പോകുന്നുള്ളൂ. മൂഞ്ചസി ആക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എനിക്ക് വയ്യ ഇനിയിപ്പോൾ ഗ്രാനി സൗത്ത് ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് ആളെ പോയി കല്ല് പെറുക്കിയാൽ. സ്ലിംഗ് ഷോട്ട് കൈ പിടിച്ചോ. ഗ്രാൻഡ് പണിയിട്ടിട്ടുണ്ട്. ഇതിവിടെ ലോങ് ആയിട്ടുണ്ടാവും. ഞാൻ നോമ്പെന്ന് പറയാൻ പറ്റില്ല. പ്രോ ആണെങ്കിലും ഈ ഒരു ക്യാരക്ടറുടെ സ്പീഡ് കാരണം ക്യാരക്ടറിൻ്റെ സ്പീഡ് കാരണം നമുക്ക് 2 കല്ല് പ്രാവശ്യം പെട്ടെന്ന് തന്നെ കിട്ടി. അടുത്ത കല്ല് പുറക്കട്ടി വന്നില്ല. കാക്കച്ചിൻ്റെ അടുത്തൊന്ന് ട്രെയിൻ കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് ഗണ്ണ് ലോഡാക്കിയിട്ട് ഒരു കാര്യം ചെയ്യാം. ഷോർട്ട് ഗണ്ണ് നമുക്ക് എന്തായാലും ഇന്നൊരു കാര്യം ചെയ്യാം. ഷോർട്ട് ഗണ്ണിനെ നമുക്ക് ലോഡാക്കാം. എന്നിട്ട് പൊട്ടെ ഗ്രാനി വന്ന് പിടിക്കും ഗൈസ്. പെട്ട് ഓക്കെ. ഗ്രാനിത്തി ഇവിടെ കിടക്കുകയാണ് നിങ്ങള്. ചത്ത് ഗൈസ്. ഞാൻ രണ്ടാമത്തെ വെടിവെക്കണ്ടേ വന്നില്ല. ഇപ്പൊ ഒരുത്തനും കൂടി വരുമല്ലോ. ആരാടാ എൻ്റെ കൊട്ടുവാ തൊല്ലി ഒന്നാം പുറത്ത് അടുത്തുണ്ടാ പോറാവാൻ. ഗ്രാൻഡ് പാ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഗ്രാൻഡ് പാ ഇതെന്താണ് ഗ്രാൻഡ് പാന് വിഷമില്ലേ? ഓക്കെ ഗ്രാൻഡ് എണീക്കാറായിട്ടുണ്ട്. എന്താണ് ഗ്രാൻഡ് പാക്ക് വിഷമില്ലാണ്ടായോ? പണ്ടൊക്കെ ഗ്രാൻഡ് പാനെ ഒന്ന് ഗ്രാനിനെ നോവിച്ചാൽ വിഷമാകുമായിരുന്നു. ബട്ട് ഇന്ന് ഗ്രാനിനെ തല്ലിക്കൊന്നാലും ഗ്രാൻഡ് പാക്ക് വിഷമില്ല. ഞാൻ ഇവലിനുമായിട്ട് ചെയ്തോളും എന്നാണ് ഗ്രാൻഡ് പാൻ്റെ അത്. പക്ഷെ എന്നാലും ഞാൻ ഗ്രാൻഡ് പാനെ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഗ്രാൻഡ് സമ്മതിക്കത്തില്ലല്ലോ ഗ്രാൻഡ് പാനെ കൊണ്ട് ചെയ്യാൻ. അതുകൊണ്ട് ഞാനും സമ്മതിക്കത്തില്ല. ബ്രിഡ്ജ് ഗ്രാങ്ക് കിട്ടിയിട്ടുണ്ട്. കോയിന് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് താഴെ കൊണ്ടുവച്ച് തരാം. ട്രെയിൻ കിട്ടിയിട്ടില്ലേ? ഇലക്ട്രിക് സ്വിച്ച് വേണം. അടുത്ത ഇലക്ട്രിക് സ്വിച്ച് അത് നമ്മൾ ഇവിടെയോ മുകളിലോ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതെടുത്തോണ്ട് തരാം. അത് കഴിഞ്ഞിട്ട് കോയിന് നമ്മൾ കോക്കനട്ട് ഉടക്കുമ്പോൾ കോയിന് കിട്ടും. ആ കോയിൻ ഇങ്ങനെ എടുത്തോണ്ട് തരാം. ഇലക്ട്രിക് സ്വിച്ച് തരൂ. താങ്ക് യു. ഇലക്ട്രിക് സ്വിച്ച് പോയി അവിടെ കൊണ്ടാക്കി വരാം. 3 സാധനങ്ങളായിട്ടുണ്ട്. 4ാമത്തെ സാധനം നമ്മൾ കൊണ്ടുവരണം. സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിത് ഇലക്ട്രിക് സ്വിച്ച് ഇവിടെ ഇട്ടുണ്ട്. ഇനി ഈ കോയിൻ അടക്കും. അതിന് തേങ്ങ പൊതിക്കുമ്പോൾ നമുക്ക് കോയിൻ കിട്ടും. ആ കോയിൻ എടുത്തുകൊണ്ട് നമ്മൾ വേണം ടിക്കറ്റ് എടുക്കണം, സാധനം പോക്കണം. സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ പോകും. ഈ തേങ്ങ പൊതിച്ചു തരാം. വയ്ക്കാനാണ് തേങ്ങ
പൊട്ടിക്കാനാണ് ഞങ്ങളെ ലാംഗ്വേജ് പറയുന്നത്. ഞാൻ ബാക്കിയുള്ള ലാംഗ്വേജ് കേട്ട് പറഞ്ഞു പോലെയാണ് ഗൈസ്. തേങ്ങ പൊട്ടിക്കാന്നാണ് ഞങ്ങളെ ലാംഗ്വേജ് പറയാം. തേങ്ങ പൊട്ടിച്ച ഭാര്യമാരിലും പറയാം, ഭർത്താക്കന്മാരിലും പറയാം. അയ്യോ ഇന്നും തേങ്ങ പൊട്ടിക്കണം, എനിക്കൊന്നും വയ്യ തേങ്ങ പൊട്ടിക്കാൻ. ഗ്രാനിയും ഗ്രാൻഡ് അറിഞ്ഞില്ലേ രക്ഷപ്പെട്ടേ. ഞാൻ തന്നെ ആക്സിലറേറ്ററും ട്രെയിനിക്കും വെച്ച് തരാം. ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ ആക്സിലറേറ്ററും ട്രെയിനിക്ക് എടുത്തു തരാം. പിന്നെ ഒരു സാധനമല്ലേ വേണ്ടി വരും, കൊണ്ട് ചെയ്യുന്നില്ല. ഇത് നമ്മളങ്ങനില്ല. ഫൈനലി ഇത് മതിയാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരെണ്ണം അടച്ചു വെക്കുക ഗൈസ്. ട്രെയിൻ ആക്സിലറേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാനി ഗ്രാൻഡ് എണീറ്റ് ഗൈസ്. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്രാനി എണീറ്റ്, ഗ്രാൻഡ് എണീറ്റ്. നെക്സ്റ്റ് തിങ് ട്രെയിൻ കീ. അതെടുത്തിട്ട് മറന്നായി. ഞാനിപ്പോൾ അങ്ങോട്ട് പോയിണ്ടേ ഞാൻ ചത്തേനെ. ഇത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നെക്സ്റ്റ് തിങ് ആൻഡ് ഫൈനൽ തിങ് ദ ഇലക്ട്രിക് സ്വിച്ച്. അത് വെച്ച് വരുമ്പം ഗ്രാനി വന്നാൽ നമ്മൾ സീനാവും. ഇനി എനിക്ക് ഗ്രാനിന് ഒരു പേടിയില്ല. ഗ്രാനി വരട്ടെ, ഞാൻ എസ്കേപ്പ് ചെയ്ത് പോകും. നമ്മളിത് ഓണായിട്ട് ട്രെയിന് ഇതടക്കാം. 3, 2, 1. ഗ്രാനി വരുന്നുണ്ടോ? ഗ്രാനിൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്താലോ ഗൈസ്. ഹലോ ഉണ്ട്. 3, 2, 1. ഗായ്സ് നമ്മൾ എസ്കേപ്പ് ചെയ്തിരിക്കുകയാണ്. ഗ്രാൻഡ് വെച്ച് ട്രെയിൻ എസ്കേപ്പ്. ഓ എന്താണ് ഇവിടെ വെക്കണ ഗ്രാനിയെല്ലാം ഇങ്ങനെ ഡേറ്റ് ആയി പോയോ? അടുത്ത പ്രാവശ്യം ഇത്രൂടി സെക്യൂരിറ്റി വെക്കണം. ശരിയാ ഗ്രാൻഡ് ഷോട്ട് ഗൺ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദി എൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടേ.